ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ രാവിലെ തന്നെ അടിപൊട്ടിയിരിക്കുകയാണ്. ആദില ക്യാപ്റ്റനായി ചാർജ് എടുത്തു. ഡ്യൂട്ടികളെല്ലാം ഓരോരുത്തർക്കായി വിഭജിച്ചു കൊടുക്കുകയാണ്. അവസാന സമയം വന്നപ്പോൾ സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ ആര് പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച വന്നു. അങ്ങനെ ഒരു ചർച്ച അവിടെ വരാനുള്ള കാരണം എന്താണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്ന ഉടൻ തന്നെ അവിടേക്ക് ഓടിപ്പോയി സാധനങ്ങൾ എടുത്തുകൊണ്ടുവരിക, ഇനി കത്താണെങ്കിൽ കത്ത് തുറന്നു വായിക്കുക, ഇതെല്ലാം അനീഷിന്റെ മാത്രം അധികാരവും അവകാശവുമായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. നാളുകളായിട്ട് ആ പ്രവണത തന്നെ തുടർന്നു വരികയാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് അനീഷിന്റെ പല പരിപാടികളും പല പെരുമാറ്റങ്ങളും വീട്ടിലുള്ള പല ആൾക്കാർക്കും താല്പര്യമല്ലാതെ വരുന്നു, ഇഷ്ടമല്ലാതെ വരുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ കാര്യമായിട്ടൊരു പ്രശ്നം അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനീഷിന്റെ കാഴ്ചപ്പാട്, ഞാൻ പോകും, ആരെല്ലാം എന്നെ വിലക്കിയാലും ഞാൻ പോയിരിക്കും, അതിന് ക്യാപ്റ്റൻ എന്നല്ല ആര് പറഞ്ഞാലും പോകും, ബിഗ് ബോസ് പറയട്ടെ അനീഷ് പോകരുതെന്ന്. ഏതെങ്കിലും നിയമാവലിയിൽ അനീഷ് മാത്രം പോകരുത്, ബാക്കിയുള്ളവർക്ക് പോകാം എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ നിയമമില്ലാത്ത സ്ഥിതിക്ക് ക്യാപ്റ്റൻ അല്ല ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, അനുസരിക്കില്ല, ഞാൻ പോയിരിക്കും, ഇത് കട്ടായം പറഞ്ഞു നിൽക്കുകയാണ്. പുതിയ ക്യാപ്റ്റൻ വന്നപ്പോൾ വീട്ടുകാരുടെ മുഴുവൻ അഭിപ്രായം ക്യാപ്റ്റൻ മാത്രം പോയാൽ മതി. സ്റ്റോർ റൂമിനകത്ത് പല കാര്യങ്ങളുണ്ടാവും, അത് ക്യാപ്റ്റൻ മാത്രം അറിയേണ്ട കാര്യമുണ്ടാകും, വീട്ടുകാരറിയേണ്ട കാര്യമുണ്ടാകും. അതുകൊണ്ട് ക്യാപ്റ്റൻ മാത്രം പോയാൽ മതി, ഇവിടെ വേറെ ആരും പോകണ്ട. അത് പറ്റില്ല, ഞാൻ പോയിരിക്കും, എന്നെ അതിനകത്തുനിന്ന് ആർക്കും തടയാമെന്ന് വിചാരിക്കേണ്ട. ആ ഒരു പരിപാടി ചെയ്ത് എന്നെ തകർത്ത് തരിപ്പണമാക്കാമെന്ന് ചില ആൾക്കാർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അനീഷ് പോയിരിക്കും. അനീഷ് ഭയങ്കര ബഹളമാണ്. അനീഷിനെ ഒന്ന് ഇരുത്തുവാൻ വേണ്ടി പഠിച്ച പണി 18 ആദില നോക്കുന്നുണ്ട്. ആദിലേക്ക് പട്ടി വില മാത്രം കൊടുത്തുകൊണ്ട് അനീഷ് അവിടെ ഉറഞ്ഞു തുള്ളുകയാണ്. അനീഷിന് പറയാനുള്ളത് മുഴുവൻ അനീഷ് പറയുന്നുണ്ട്, മറ്റൊരാളും പറയുന്നത് അനീഷ് കേൾക്കുന്നില്ല. ഒടുവിൽ അനീഷിന്റെ ഏറ്റവും വലിയ മിത്രമായ ഷാനവാസ് അനീഷിനെതിരെ ആഞ്ഞടിക്കുന്ന രംഗമാണ് കാണുവാൻ സാധിക്കുന്നത്. ഷാനവാസ് പറയുകയാണ്, രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തിരുത്തി പറയുകയാണ്. ഈ വീട്ടിൽ ഏറ്റവും അധികം PR കൊടുത്തിട്ടുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇവൻ മാത്രമാണ്. PR അണ്ണന്മാർ പറഞ്ഞുവിട്ട കാര്യമാണ് ഇവൻ ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയെല്ലാം ചർച്ചയാകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് PR ഏജൻസികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇവന്റെ പരിപാടി. അതിവിടെ നടക്കില്ല. അതുകൊണ്ട് ഇനി ഇവനെ സ്റ്റോർ റൂമിലേക്ക് വിടാൻ പാടില്ല, ക്യാപ്റ്റൻ മാത്രം പോയെടുത്താൽ മതി. നിന്റെ സ്ട്രാറ്റജിയൊക്കെ നീ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ബെല്ല് കേൾക്കുന്ന സമയത്ത് തന്നെ ഓടിപ്പോവുക, അവിടെ ചെന്ന് ഓരോന്നെടുക്കുക, ഓരോ ആൾക്കാർക്കും മരുന്ന് കൊണ്ടൊന്ന് വിതരണം ചെയ്യുക. ഈ പരിപാടിയൊക്കെ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ അറിയാം. അനീഷിന് അപ്പോഴേക്കും കുരുപൊട്ടി. അനീഷ് പറയുകയാണ്, ഷാനവാസെ നീ അങ്ങനെ പറയരുത്, ഞാനിവിടെ ഓരോ ആൾക്കാർക്കും മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഹൃദയത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. നീ ഇനി മുതൽ ഹൃദയത്തിൽ നിന്ന് കൊടുക്കണ്ട. ഓരോ ആൾക്കാർക്കും അറിയാം അവരുടെ മരുന്ന് മേടിച്ച് കഴിക്കാൻ വേണ്ടി. ക്യാപ്റ്റൻ പൊയ്ക്കോളും, ക്യാപ്റ്റൻ എടുത്തോളും. നിന്റെ ആ ചീഞ്ഞ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി. അവന്റെ ഹൃദയത്തിൽ നിന്ന് മരുന്നും കൊണ്ട് വന്നിരിക്കുന്നു, ഒരുമാതിരി ചീപ്പ് പരിപാടി. ഈ സ്ട്രാറ്റജി നീ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി മോനെ, ഇവിടെ ചെലവാകില്ല. നല്ല പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദില ഇവിടെ പറയുന്നുണ്ട്, ഞാനാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ എങ്കിൽ ഞാൻ തീരുമാനിക്കും ആര് പോകണമെന്ന്, എനിക്കറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് ബെല്ലടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നില്ല, ഞാൻ ഉറക്കം മാറ്റി വെച്ചിട്ട് എനിക്ക് പോകാൻ അറിയാം, ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ അനീഷ് ആദിലയ്ക്കെതിരെ വീണ്ടും ശബ്ദമുയർത്തുകയാണ്. ഇവിടുത്തെ നിയമാവലിയിൽ എവിടെയും എഴുതി വെച്ചിട്ടില്ല അനീഷ് സ്റ്റോർ റൂമിൽ കയറുവാൻ പാടില്ല എന്ന്. ഇത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ഒതുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയാണ്. അതിനെ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഈ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ ഇതൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്? ഞാൻ ചെയ്യുന്നതിന് ഇപ്പോഴെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഇത്രയും നാളും നിങ്ങൾക്ക് പ്രശ്നം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നടക്കുന്നത്. ഞാൻ അത് ഒരു കാരണവശാലും അനുവദിച്ചു തരില്ല. അനീഷ് കട്ടായം നിൽക്കുകയാണ്. എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് ഷൗട്ട് ചെയ്തപ്പോഴേക്കും അനീഷ് സൈലന്റ് ആയി. പക്ഷേ ഇവിടം കൊണ്ട് ഈ വിഷയം തീരില്ല. ഈ ആഴ്ച പല ആവർത്തി സ്റ്റോർ റൂമിനോടുള്ള ബന്ധത്തിൽ അടിപൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അനീഷ് അത് വിട്ടുകൊടുക്കില്ല. അനീഷിന്റെ മാത്രം അവകാശമായിട്ടാണ് അനീഷ് അതിനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ബിഗ് ബോസ് നേരിട്ട് പറയണം അനീഷ് സ്റ്റോർ റൂമിൽ പോകാൻ പാടില്ല എന്ന്. അല്ല, എനിക്ക് മനസ്സിലാകാത്തത്, ഈ സ്റ്റോർ റൂമിൽ പോയി ആ സാധനം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാകുന്നത്? ഇവിടെ ഷാനവാസ് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്ന് എനിക്കും തോന്നുന്നത്. സ്റ്റോർ റൂമിൽ നിന്നും ബെല്ല് കേൾക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഓടുക. ആ സമയത്ത് അനീഷിനെ തന്നെ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കയറി സാധനം എടുക്കുന്നു, കത്തെടുത്തതിന് ശേഷം അത് വായിക്കുന്നു. 1 തവണയല്ല, 2 തവണയല്ല, ഒട്ടനവധി തവണ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അതിനിപ്പോൾ ഒറ്റ ഒരാളാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരാളിന്റെ മുൻപിൽ പോയിട്ട് മിനിമം ഒരു 4-5 പ്രാവശ്യം അത് വായിക്കും. ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വീണ്ടും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ കേൾക്കുന്നോ കേൾക്കുന്നില്ലയോ എന്നുള്ളത് അനീഷിന്റെ ഒരു വിഷയമേ അല്ല.
മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുവാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഏത് സമയത്തും ക്യാമറകൾ തന്നെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഷാനവാസ് ആഞ്ഞടിച്ചത്. ഇത് PR അണ്ണന്മാർ പറഞ്ഞു വിട്ടതാണ്. ഇന്നതിൻ്റെതൊക്കെ നീ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം, ആരെന്തു പറഞ്ഞാലും നീ അതിനെതിരെ സംസാരിക്കണം, ബഹളം ഉണ്ടാക്കണം. അങ്ങനെ നീ ബഹളം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ക്യാമറ അറ്റൻഷൻ നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു നെഗറ്റീവ് ഗെയിമാണ്. ഈ നെഗറ്റീവ് ഗെയിം നീ പുറത്തെടുക്കുമ്പോൾ മാക്സിമം ആൾക്കാർ അതിനെതിരെ സംസാരിക്കും. എല്ലാവരും കൂടി നിനക്കെതിരെ സംസാരിക്കുമ്പോൾ നീ ഒറ്റപ്പെടും. അങ്ങനെ നീ ഒറ്റപ്പെട്ടാൽ നീ ജയിച്ചു എന്ന് കരുതിയാൽ മതി. കാരണം ഒറ്റപ്പെടുന്ന ആളിനെ ചേർത്ത് നിർത്തുവാൻ പുറത്ത് ധാരാളം ആൾക്കാരുണ്ട്. ഈ സ്ട്രാറ്റജി എല്ലാ വർഷവും ഓരോരുത്തരും പരീക്ഷിക്കുന്നതാണ്. ഈ വർഷം അത് നല്ല രീതിയിൽ അനീഷ് പ്രാക്ടീസ് ചെയ്തു. അതിന്റെ നല്ല രീതിയിലുള്ള ഗുണം അദ്ദേഹത്തിനുണ്ടായി. ഒറ്റപ്പെട്ട അനീഷിനെ സപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ധാരാളം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അനീഷ് എന്തുകൊണ്ടാണ് ഒറ്റപ്പെടുന്നത്? എങ്ങനെയാണ് ആൾക്കാർ അനീഷിനെ ഒറ്റപ്പെടുത്തിയത്? അനീഷിനോട് ആർക്കെങ്കിലും ആ വീട്ടിൽ വ്യക്തിവൈരാഗ്യമുണ്ടോ? ഇതൊന്നും ചോദിക്കുവാൻ ആരും വരാറില്ല. സത്യത്തിൽ അനീഷ് ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ട്രാറ്റജിയോട് എനിക്കൊരു താല്പര്യവുമില്ല. തുടക്കത്തിലൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വന്നു. പക്ഷേ നാളിത്രയും കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പഴയ പരിപാടി തന്നെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ മറ്റൊരു ഗെയിം അദ്ദേഹത്തിനില്ല. അനാവശ്യമായ പിടിവാശികളിൽ കൂടി അവിടെ ബഹളമുണ്ടാക്കുക, ചർച്ചയുണ്ടാക്കുക, ഇതിനപ്പുറത്ത് വേറൊരു ഗെയിം ഇല്ല എന്ന് നമുക്ക് കരുതേണ്ടതായിട്ട് വരും. എന്നാണ് ശരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഈ ബെല്ല് കേൾക്കുന്ന സമയത്ത് അനീഷ് തന്നെ ഓടി അകത്തേക്ക് കയറുകയും അത് ശരിയല്ല എന്ന് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കുകയും ഞാൻ പോയിരിക്കും, ആരെല്ലാം പറഞ്ഞാലും പോയിരിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നോട് പറയണം അതിനകത്ത് കയറണമെന്ന്, ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പിടിവാശിയുമായിട്ട് മുൻപോട്ട് പോകുന്ന അനീഷിന്റെ ഈ ഗെയിം സ്ട്രാറ്റജിയോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ അനീഷിന്റെ ഈ കളികൾ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നോ അതോ നിങ്ങൾ അതിനെ എതിർക്കുമായിരുന്നോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.